ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വ്രതശുദ്ധിയുടെ പുണ്യം തേടി ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. ലഹരിക്കെതിരെ ജാഗ്രത പുലർത്താനുള്ള സന്ദേശവുമായി പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രഭാഷണങ്ങളും പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനയും നടന്നു. നോമ്പിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം ജീവിതത്തിലുടനീളം പുലർത്തുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈദ് ആഘോഷം. മുപ്പത് ദിവസം നീണ്ട ഉപവാസത്തിന് പരിസമാപ്തി കുറിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുന്ന ചെറിയ പെരുന്നാൾ ദിനം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ആഘോഷിക്കുന്ന ആഹ്ലാദത്തിലാണ് വിശ്വാസ സമൂഹം. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. നാട്ടിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശമുയർത്തി പ്രഭാഷണവും നടന്നു. മക്കൾ നമ്മുടെ സ്വന്തം ചോരകളെ എല്ലാവരാലും വെറുക്കപ്പെടുന്ന, എല്ലാവരാലും അറക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഭാവി തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ വീടുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ പരിസരങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട്, വളർന്നു വരുന്ന ചെറുപ്പക്കാരായ കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളാണ് നാടിന്റെ നന്മ, നിങ്ങളെ കൊണ്ട് തന്നെയാണ് നാടിന്റെ ചീത്തപ്പേരും വരാനുള്ളത്. അതുകൊണ്ട് നന്മയും തിന്മയും അല്ലാഹു തന്നതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ നന്മ തെരഞ്ഞെടുത്ത് നമ്മളെ മാതാപിതാക്കൾക്ക് നന്മ ഉണ്ടാവണം, സമൂഹത്തിന് നന്മ ഉണ്ടാവണം, നാട്ടുകാർക്ക് നന്മ ഉണ്ടാവണം. നമസ്കാര ശേഷം പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം നടത്തിയും മധുരം വിതരണം ചെയ്തും പെരുന്നാൾ ദിനം ആഘോഷമാക്കി സർവ്വവും സൃഷ്ടാവിലർപ്പിച്ച വ്രതാനുഷ്ഠാനത്തിന്റെ ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചാണ് വിശ്വാസലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നോമ്പിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം ജീവിതത്തിലുടനീളം പുലർത്തുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈദ് ആഘോഷം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.